കഴിഞ്ഞ ആഴ്ചയാണ് 2025-26 സീസണിലേക്കുള്ള ഫുട്ബോൾ കലണ്ടർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിട്ടത്. ഡ്യൂറന്റ് കപ്പാണ് സീസണിലെ ആദ്യ പ്രധാന ടൂർണമെന്റ്. എന്നാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഈ കലണ്ടറിൽ ഇടമുണ്ടായിരുന്നില്ല. ISL നടത്തിപ്പുകാരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള മാസ്റ്റേഴ്സ് റേറ്റ് അഗ്രിമെന്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഇതുകൊണ്ടാണ് ISL ഒഴിവാക്കപ്പെട്ടത്. അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് വ്യക്തത ലഭിച്ചാൽ മാത്രമേ ഇക്കുറി ISLുമായി മുന്നോട്ട് പോകൂ എന്ന നിലപാടാണ് FSDLന്റേത്. ഇപ്പോഴിത് ISLുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനിശ്ചിതത്വം ഇന്ത്യൻ ഫുട്ബോളിനെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. ISL അനിശ്ചിതത്തിലായതോടെ ഭൂരിഭാഗം ക്ലബ്ബുകളും പ്രീ സീസൺ നീട്ടിവെച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ പുതിയ സൈനിങ്ങുകൾ നടത്തുന്നതിൽ നിന്ന് ക്ലബ്ബുകൾ വിട്ടുനിൽക്കുന്നുണ്ട്. ആരാധകരുടെ പ്രിയ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സും ഇതേ തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് സൂചന. കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ FC ഗോവ, ബംഗളൂരു FC, ചെന്നൈയിൻ FC, ഒഡീഷ FC, ഹൈദരാബാദ് FC എന്നീ ക്ലബ്ബുകളും പ്രീ സീസൺ പദ്ധതികൾ നീട്ടിവെച്ചതായാണ് KL റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വർഷത്തെ ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പ് നൽകാനാകില്ലെന്നും ഈ ക്ലബ്ബുകൾ സംഘാടകരെ അറിയിച്ചിട്ടുണ്ട്. ഇതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിൽ കളിക്കുന്ന കാര്യം സംശയത്തിലായത്. മഞ്ഞപ്പട ആരാധകർക്ക് വലിയ നിരാശ സമ്മാനിക്കുന്ന വാർത്തയാണിത്. അതേസമയം മറ്റ് ചില ISL ക്ലബ്ബുകൾ അവരുടെ റിസർവ് സ്ക്വാഡുകളെ ഡ്യൂറന്റ് കപ്പിൽ അണിനിരത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. നേരത്തെ പറഞ്ഞിരുന്ന തീയതികളിൽ പരിശീലനത്തിനായി റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് പല ടീമുകളും താരങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായാണ് ലഭിക്കുന്ന വിവരം. 2010 ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ 15 വർഷത്തെ MRA ഒപ്പുവെച്ചത്. ഈ MRA പ്രകാരം ഓരോ വർഷവും 50 കോടി രൂപയോ മൊത്തം വരുമാനത്തിന്റെ 20% FSDL ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് നൽകുന്നുണ്ട്. ഈ MRA അഗ്രിമെന്റ് 2025 ഡിസംബറിൽ അവസാനിക്കാനിരിക്കുകയാണ്. എന്നാൽ പുതിയ കരാറിന്റെ കാര്യത്തിൽ ഇരുകൂട്ടരും തമ്മിൽ ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ല. ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധികൾക്ക് കാരണം. പുതിയ സീസണ് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനകം 2 സൈനിങ്ങുകൾ നടത്തിക്കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രതിരോധ താരം അമയ് റെനവാഡയെ 5 വർഷ കരാറിൽ സൈൻ ചെയ്ത മഞ്ഞപ്പട 3 വർഷ കരാറിൽ യുവ ഗോൾ കീപ്പർ ആർഷ് ഷെയ്ഖിനെയും ടീമിലെത്തിച്ചിട്ടുണ്ട്. കൂടുതൽ സൈനിങ്ങുകൾ ക്ലബ്ബ് നടത്തുമെന്ന സൂചനകൾ പുറത്തു വന്ന സമയത്താണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നത്. കഴിഞ്ഞ ISL സീസണിൽ 8ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തത്. കളിച്ച 24 മത്സരങ്ങളിൽ 11 മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. 8 മത്സരങ്ങളിൽ മാത്രമാണ് ക്ലബ്ബ് വിജയിച്ചത്. ലീഗ് തുടങ്ങി ഇതുവരെ കിരീടം നേടാൻ കഴിയാത്ത ബ്ലാസ്റ്റേഴ്സിന് ഇത് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. ആരാധകരുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങളും ക്ലബ്ബ് ഏറ്റുവാങ്ങി. ഇനി വരുന്ന സീസണിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നില്ല. 3 തവണ ഫൈനലിലെത്തിയപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് തോൽവി നേരിടേണ്ടി വന്നിരുന്നു. ഇത്തവണ ISL നടക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നത് ആരാധകരെയും നിരാശപ്പെടുത്തുകയാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.